CPI സംസ്ഥാന നേതൃത്വത്തിന് ഇനി മുതൽ ത്രിതല സംവിധാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരികെ കൊണ്ടുവരും. 11-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുക്കും. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സെക്രട്ടേറിയറ്റ് ഘടകം ഒഴിവാക്കിയിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ 25 ഉയർത്തി. 24 ബിഗ് ബ്രേക്കാണ് ഈ വാർത്ത. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് ഒരിക്കൽ ഒഴിവാക്കിയത് തിരികെ കൊണ്ടുവരാൻ ഒരു തീരുമാനം? അനുജ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. PP സുനീർ അസിസ്റ്റന്റ് സെക്രട്ടറിയായിട്ട് തുടരും. മുല്ലക്കര രത്നാകരനാണ് പുതുതായി അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് പുതിയ തീരുമാനം കൂടി ഇതിനൊപ്പം അറിയിക്കുകയാണ്. നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച വാർത്തയിലേക്ക് വന്നാൽ CPIക്ക് നേരത്തെ മുൻപ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ത്രിതല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന സംഘടനാ സംവിധാനം ഒഴിവാക്കിയായിരുന്നു. പിന്നീട് സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പാർട്ടി പ്രവർത്തനങ്ങളുടെ ദൈനംദിന അവലോകനത്തിനും വിലയിരുത്തലുമായി പുതിയ സെക്രട്ടേറിയറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വെക്കുകയാണ്. അങ്ങനെയാണ് 11-അംഗ സംസ്ഥാന സെക്രട്ടറിയെ കൂടി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 25-അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു. ഇതിൽ 8 പേർ പുതുമുഖങ്ങളാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KP സുരേഷ് രാജ്, KK വത്സരാജ്, VS സുനിൽകുമാർ, KM ദിനകരൻ, TT ജിസ്മോൻ, TJ ആഞ്ചലോസ്, R ലതാദേവി എന്നിവരാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പുതുമുഖങ്ങൾ. നേരത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സംഭാഷണത്തിൽ ഉൾപ്പെട്ട കമലാ സദാനന്ദനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ അതേ സംഭാഷണത്തിൽ ഉൾപ്പെട്ട KM ദിനകരനെ, അദ്ദേഹം കിസാൻ സഭയുടെ നേതാവ് കൂടിയാണ്, ആ നിലയ്ക്ക് അദ്ദേഹത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തി. CP മുരളിയെ വീണ്ടും കൺട്രോൾ കമ്മീഷൻ ചെയർമാനായും തെരഞ്ഞെടുത്തു. ഇപ്പോൾ ആദ്യ സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലും ചേർന്ന് ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മുല്ലക്കര രത്നാകരൻ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി വരുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം. ഒപ്പം നിലവിലുള്ള സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ അതേ പദവിയിൽ തുടരുകയും ചെയ്യും. സുനീർ ഇപ്പോൾ രാജ്യസഭാംഗമാണെങ്കിലും അദ്ദേഹത്തെ വീണ്ടും സംഘടനാ ചുമതലയിൽ തന്നെ നിയോഗിക്കാനുള്ള തീരുമാനമാണ് എക്സിക്യൂട്ടീവ് ഇപ്പോൾ സംസ്ഥാന കൗൺസിലും കൈക്കൊണ്ടിരിക്കുന്നത്. മുല്ലക്കര രത്നാകരൻ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ആർ ശ്രീജിത്ത് പുറത്തു കൊണ്ടുവന്നത്. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി മുല്ലക്കര രത്നാകരനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. PP സുനീർ, അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നിലവിൽ, അദ്ദേഹം തുടരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പം തന്നെ ശ്രീജിത്ത്, ഇതിൽ VS സുനിൽകുമാറിന്റെ കാര്യത്തിലൊക്കെ ഒരു ഒഴിവാക്കൽ കഴിഞ്ഞ തവണ ഒക്കെ നമ്മളത് ഈ റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ സംവിധാനത്തിലേക്ക്, അല്ലേ? അനുജ, ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെ അഭിനന്ദനീയമായ തീരുമാനം VS സുനിൽകുമാറിനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയെന്നാണ്. CPIയുടെ ശാക്തിക ചേരികളിൽ പ്രധാന ചേരിക്ക് അനഭിമിതനാണ് VS സുനിൽകുമാർ. എങ്കിലും ഇപ്പോൾ VS സുനിൽകുമാറിനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ആയിരിക്കുന്നു. ആ നിർദ്ദേശത്തോട് എല്ലാ വിഭാഗങ്ങളും യോജിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ CPIയുടെ സംസ്ഥാന ഘടകത്തിൽ ഐക്യത്തിൻ്റെ ഒരു പുതിയ സന്ദേശം കൂടി വരികയാണ്. ആ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ഐക്യത്തിൻ്റെ സന്ദേശം വരുമ്പോൾ അതിൻ്റെ ഭാഗമാണ് VS സുനിൽകുമാറിനെ എക്സിക്യൂട്ടീവ് ഉൾപ്പെടുത്താനുള്ള തീരുമാനം. നേരത്തെ മന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറിയപ്പോഴും ഒന്നും അദ്ദേഹത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. കാനം രാജേന്ദ്രന്റെ എതിർപ്പ് തന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPIയിലെ ശാക്തിക ബലാബലത്തിൽ കാനത്തിന്റെ എതിർപക്ഷത്ത് ഇസ്മായിൽ പക്ഷത്തായിരുന്നു VS സുനിൽകുമാർ. എന്നാൽ ആ സംഘടനാ ചേരിതിരിവുകളെല്ലാം മാറി CPIയുടെ സംസ്ഥാന ഘടകത്തിൽ ഐക്യത്തിന്റെ ഒരു പുതിയ വെളിച്ചം, പുതിയ സന്ദേശം വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന K പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടറിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള തീരുമാനം അതും ഒരു യോജിപ്പിന്റെ തലത്തിൽ നിന്നുണ്ടായ തീരുമാനമാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സുനിൽകുമാറിനെ കൂടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ CPI ഒരു പുതിയ ഐക്യത്തിന്റെ സന്ദേശം സംഘടനാ തലത്തിൽ എഴുതി ചേർക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് മുല്ലക്കര രത്നാകരന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കടന്നുവരവ്, VS സുനിൽകുമാറിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കുള്ള കടന്നുവരവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.